എന്താണ് അമേരിക്കയുടെ ഹോർമുസിൽ തകർക്കപ്പെട്ട അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ എന്നുകൂടി ഒന്ന് നോക്കണം. ഇതുവരെ നിർമ്മിക്കപ്പെട്ടതിലേക്കും ഏറ്റവും കരുത്തുറ്റ ആക്രമണ ഹെലികോപ്റ്ററായിട്ടാണ് അപ്പാച്ചെ വിലയിരുത്തപ്പെടുന്നത്. AH-64 അപ്പാച്ചെ ഗൺഷിപ്പ് ഇത് 70കളിൽ US കരസേനയ്ക്കായി വികസിപ്പിച്ചെടുത്ത ഒരു പ്രധാനപ്പെട്ട ഹെലികോപ്റ്ററാണ്. ടാങ്കറുകൾ തകർക്കുക, കരസേനയ്ക്ക് വ്യോമ പിന്തുണ നൽകുക, രാവും പകലും ഏത് കാലാവസ്ഥയിലും പ്രവർത്തിക്കുക എന്നിങ്ങനെ വളരെ പ്രധാനപ്പെട്ട സേവനങ്ങൾ നൽകുന്ന ഹെലികോപ്റ്ററുകൾ കൂടിയാണിത്. 1986 അമേരിക്കൻ സേനയുടെ ഭാഗമായി ഈ അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ മാറുന്നത്. പിന്നീട് ഈ സൈനിക രംഗത്തെ, വ്യോമയാന രംഗത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു സാന്നിധ്യമായി അങ്ങനെ അപ്പാച്ചെ ഹെലികോപ്റ്റർ മാറുകയാണ്. നിരവധി പതിപ്പുകൾ പിന്നീട് ഇതിൻ്റെ പുറത്തിറങ്ങി. ഇവയിൽ ഏറ്റവും ആധുനികമാണ് ഈ AH-64 എന്ന അപ്പാച്ചെ ഗാർഡിയൻ. ഇതാണ് തകർക്കപ്പെട്ടത് ഹോർമുസ് കടലിടുക്കിൽ. 2 പേർ ഈ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരെയും രക്ഷപ്പെടുത്തിയെന്നാണ്. ഒരു കോ പൈലറ്റും മറ്റൊന്ന് ഒരു ഗണ്ണറും. ഈ ഗണ്ണറാണ് ഇത്തരം ശത്രുക്കളെ നിരീക്ഷിക്കുകയും ഒപ്പം ഈ മിസൈലുകൾ ഹെലികോപ്റ്ററിൽ നിന്നുള്ള ആയുധങ്ങൾ വിക്ഷേപിക്കുകയും മറ്റും ചെയ്യുക. 300 കിലോമീറ്റർ വരെ വേഗം കൈവരിക്കാൻ അപ്പാച്ചയ്ക്ക് സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 100ഓളം കിലോമീറ്ററുകൾ ഇതിൻ്റെ പോരാട്ട പരിധിയുണ്ട്. വെടിയുണ്ടകളെ ചെറുക്കാനൊക്കെ, ചെറിയ തോക്കുകളിൽ നിന്നുള്ള വെടിയുണ്ടകളെ ചെറുക്കാനൊക്കെ ഇതിൻ്റെ പുറം ചട്ടയ്ക്കാകും എന്നുള്ള പ്രധാനപ്പെട്ട ഒന്നാണ്. അതുമാത്രമല്ല, ശത്രുക്കളുടെ ഭീഷണികൾ കണ്ടെത്താം, ശത്രു മിസൈലുകളെ പ്രതിരോധിക്കാം, അത്യാധുനിക ഇലക്ട്രോണിക് സംവിധാനങ്ങൾ ഇതിലുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അങ്ങനെ വലിയ പോരാട്ടത്തിൽ പങ്കാളികളായിട്ടുള്ള ഹെലികോപ്റ്റർ കൂടിയാണിത്. ഗൾഫ് യുദ്ധത്തിലൊക്കെ അമേരിക്കയുടെ പ്രധാന ആയുധങ്ങളിൽ ഒന്നായിരുന്നു ഈ അപ്പാച്ചെ ഹെലികോപ്റ്റർ. ഈ ഹെലികോപ്റ്ററാണ് തകർക്കപ്പെട്ടത്. അതാണ് നേരത്തെ പറഞ്ഞ പോലെ അമേരിക്കയെ വല്ലാതെ ചൊടിപ്പിച്ചത്.